പരിശുദ്ധമായ റമദാനിനെ നമ്മൾ കാണേണ്ട വിധമാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ആളുകൾക്ക് ഉപകാരപ്രദമായ നല്ല വശ്യമായ ശൈലിയിൽ, സുന്ദരമായ ശൈലിയിൽ വലിയ നസീഹത്ത് നടത്തിയിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ, പണ്ഡിത സുഹൃത്ത്, മഹാനായ മസൂദ് സഖാഫി ഉസ്താദ് ഇന്ന് വഫാത്തായി പോയി. അവരുടെ ഖബറിലെ ആദ്യ രാത്രിയാണെന്ന് ഖബറിനെ കുറിച്ച് ഒരുപാട് വാദ പറഞ്ഞവരാണ്. ഖബറിനെ കുറിച്ച് ഒരുപാട് വാദ പറഞ്ഞവരാണ്. മരണത്തെ കുറിച്ച് ഒരുപാട് വാദ പറഞ്ഞവരാണ്. നമ്മളെ മുഴുവൻ ഈ കേരളീയ ജനതയും അതുപോലെ പരിസര നാടുകളിലൊക്കെയുള്ള ജനങ്ങളെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി, 3 മക്കളെ യതീമാക്കി, ഭാര്യയെ വിധവയാക്കി, അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി അദ്ദേഹം അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. പടച്ചവനെ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. പുഞ്ചിരി തൂകിയുള്ള പ്രഭാഷണം അദ്ദേഹത്തിന്റെ ഉസ്താദുമാരിൽ പ്രധാനിയാണ് മഹാനരായ ശരീഫ് ഉസ്താദ്. ശരീഫ് ഉസ്താദിന്റെ പ്രസംഗം മഹാനവറുകൾ അവരുടെ സംസാരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അവരുടെ വാക്കുകൾ ജനങ്ങളുടെ ഖൽബിൽ ആഴ്ന്നിറങ്ങുമെന്നാണ് ഒന്നാമത്തത്. അതുപോലെ മഹാനവറുകൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സ്വഭാവമായിരുന്നു. അതുപോലെ സുന്ദരമായ വാക്കുകളിലൂടെ, വശ്യമായ പ്രസന്നമായ മുഖത്തിലൂടെ ആളുകളെ അഭിസംബോധന ചെയ്തിരുന്ന നല്ല ഒരു ചെറുപ്പക്കാരനായ പ്രഭാഷകൻ. നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല, ഉൾക്കൊള്ളാൻ കഴിയാത്ത അദ്ദേഹത്തിന്റെ ജനാസ പോയി കണ്ടപ്പോഴാണ് നമുക്കൊരു അത്രയും വലിയ ബോധ്യം വന്നത് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മരണം. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, നീ റഹ്മത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹം വഫാത്തായി പോയാലും അദ്ദേഹത്തിന്റെ ശബ്ദവീജികൾ സോഷ്യൽ മീഡിയയിലൂടെ ഉമ്മമാരുടെ ഉപ്പമാരുടെ അവരുടെ വീടുകളിൽ അത് സജീവമായിരിക്കും. അത്രയും ഉപകാരപ്രദമായ വാദങ്ങളായിരുന്നു, അക്ഷരമുത്തുകളായിരുന്നു അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ചത്. അല്ലാഹുവേ ഖബർ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും വിട പറയുന്ന സമയം അല്ലാഹുവേ നിന്റെ ഭൂമി ഞങ്ങൾക്ക് അനുകൂല സാക്ഷികളാക്കി തരണേ അല്ലാഹ്. പങ്കെടുക്കുന്ന മജ്‌ലിസുകൾ ഞങ്ങൾക്ക് നീ അനുകൂല സാക്ഷിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങൾക്ക് അനുകൂല സാക്ഷികളാക്കി തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരൻ